തെരഞ്ഞെടുപ്പ് കാലത്ത് റംസാൻ വിഷു ചന്ത നടത്തുന്നതിന് കൺസ്യൂമർ ഫെഡിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ഇന്നലെയാണ് ഹൈക്കോടതി ചന്ത നടത്താൻ അനുമതി നൽകിയത്. സർക്കാരിൻ്റെ സബ്സിഡി ഈ ഘട്ടത്തിൽ സർക്കാർ സബ്സിഡിയായി പണം നൽകരുതെന്നൊരു നിബന്ധനയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൽപ്പറ്റയിലെ കൺസ്യൂമർ ഫെഡിൻ്റെ സൂപ്പർ മാർക്കറ്റാണിത്. വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ആ തിരക്ക് ആളുകൾക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുറേ നേരമായ ചേട്ടാ നിൽക്കുന്നു. 7 മണിക്ക് വന്നാ. അപ്പോൾ ടോക്കൺ എടുത്തിട്ടാണോ നിൽക്കുന്നത്? ചേച്ചി എപ്പോൾ വന്നത്? ഞങ്ങൾ 7 മണിക്ക് വന്നു. അപ്പൊ എക്സ്ട്രാ കൗണ്ടർ എക്സ്ട്രാ ഒരാളേക്കാ പോരെ, ഈ തിരക്കുണ്ടാകുമോ? ഇവിടെ ഒരു എക്സ്ട്രാ അവിടെ എക്സ്ട്രാ ആളേക്കുവാ. പിന്നെ സ്റ്റാഫിലേക്കാ ഞങ്ങൾക്ക് കൂടെ അല്ലേ ജനിക്കുന്നത് ഭരിക്കുന്നത്. അപ്പൊ അത് നടത്തിക്കൂടെ? എപ്പോൾ വന്ന ചേച്ചി? 7:30. ഇപ്പോൾ ഫ്രണ്ടിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ 7 മണിക്ക് വന്നതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വില നല്ലോണം കുറവുണ്ട്, നല്ല മാറ്റമുണ്ട്. ഒരുപക്ഷെ ഇന്നലെ മുതൽ മാത്രം ഈ അനുമതി ഉള്ളത് കൊണ്ടായിരിക്കാം മറ്റ് സംവിധാനങ്ങൾ സജ്ജമാക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും ആളുകൾക്ക് അതിൽ പ്രതിഷേധമുണ്ട്. വേണ്ട സൗകര്യങ്ങൾ കൗണ്ടറിൽ ആളെയൊന്നും ഒരുക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് സാധനങ്ങളുണ്ട്, വിലയിൽ നല്ല കുറവുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.